എം മണിയുടെ തെറിപ്പാട്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യം എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുള്ളത്? ഇദ്ദേഹത്തിന്റെ ഈ ഒരു തെറിയഭിഷേകം ആദ്യമായിട്ടൊന്നുമല്ല. ഇദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയം തൊട്ട് തുടങ്ങിയതാണ് ഈ പൊതു ഇടത്തിലേക്ക് വന്ന് ഈ വീരവാദം പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ. അത്തരത്തിൽ ഞാൻ അങ്ങ് തീർത്ത് കളയും, ഞാൻ അങ്ങ് കൊന്നുകളയും, ഞങ്ങൾ ഇത്ര വരെ കൊന്നിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് ഇന്ന് ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ഒരു കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരു സമരം നടക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രതിഷേധ മാർച്ചാണ്. ആ ഒരു പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ്? ഈ മണിയാണ്. മണി ആ ഒരു ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ഇദ്ദേഹത്തിനെതിരെ ഒന്നെങ്കിൽ കേസ് എടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ വിഷയങ്ങളും എടുത്തു വെച്ച് ഇദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. കർഷക സംഘത്തിന്റെ സമരം എന്ന് പറയുന്നത് അവിടെ കാട്ടാന ശല്യമുണ്ട്. പ്രധാന വിഷയമായിട്ട് കാട്ടാന ശല്യം മൂലം വീടുകളിലേക്കൊക്കെ കാട്ടാന കടന്നു വരികയും അതൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ KSCBയുടെ ഭൂമി വർഷങ്ങളായിട്ട് അവിടെ കർഷകർ താമസിക്കുന്നുണ്ട്, നിലകൊള്ളുന്നുണ്ട്. അതിലൊക്കെ അനധികൃതമായി കുടികേറി, അല്ലെങ്കിൽ അതൊക്കെ അവരുടെ സ്വന്തം പേരിലുള്ള ഭൂമികളല്ല. അപ്പൊ അത്തരം ഭൂമികളൊക്കെ KSCB തിരിച്ച് ആ ഭൂമി ഏറ്റെടുക്കണം, അല്ലെങ്കിൽ ആ ഭൂമി വിട്ടു മാറണം, ആ ഭൂമി തിരിച്ച് അവർ ഏറ്റെടുക്കുകയാണ് എന്നൊരു കാര്യം, എന്നൊരു പ്രശ്നം അവിടെ വരുമ്പോൾ പ്രധാനമായും കർഷകർ പറയുന്നത് തങ്ങളുടെ ഭൂമി വിട്ടുപോകാൻ തങ്ങൾക്ക് പറ്റില്ല, അതുകൊണ്ട് തന്നെ പാട്ടം ഒന്നെങ്കിൽ പട്ടയം കൊടുക്കണം, അങ്ങനെ ഒരു ആവശ്യങ്ങളൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട്. അത് സംബന്ധിച്ചാണ് ഈ ഒരു കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടാവുന്നത്. ആ ഒരു പ്രതിഷേധ മാർച്ചിൽ ഇദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട്. ഇതിനു മുൻപും ഈ കാട്ടാന പ്രശ്നം, അല്ലെങ്കിൽ ഈ കാട്ടാന ശല്യം, കാട്ടുമൃഗങ്ങളെ പറ്റിയിട്ടുള്ള ശല്യങ്ങളൊക്കെ കാരണം ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. വനവകുപ്പ് മന്ത്രിയെയൊക്കെ പച്ചക്കിരുന്ന് തെറി പറഞ്ഞു, അന്നും മുഖ്യമന്ത്രിയെ തെറി പറഞ്ഞു. അപ്പൊ ഇതൊന്നും ആരും കേട്ടാലും പ്രശ്നമില്ല, ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണ് ഭരിക്കുന്നത് എന്ന ഒരു മിഥ്യാധാരണയിലാണ് മണി ഇരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, സതീശന്റെ ഉമ്മാക്കി കാണിക്കേണ്ട, ഉമ്മാക്കി കാണിച്ചാൽ ഞങ്ങൾ പേടിക്കില്ല, പോലീസിന് ഇവിടെ പുല്ലുവിലയാണ്, പോലീസിനോട് ഞങ്ങൾക്ക് പുല്ലുവിലയാണ്, അപ്പോഴാണോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് വരുന്നത്? മര്യാദയ്ക്ക് നീയൊക്കെ നിന്നില്ലെങ്കിൽ നിന്നെയൊക്കെ പാഠം പഠിപ്പിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ പോലീസിന്റെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയൊക്കെ വീട്ടില് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പോ അത്തരത്തിൽ കുറെ കാര്യങ്ങളാണ് ഇദ്ദേഹം നിന്ന് ഉദ്ഘാടന വേളയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് ഞങ്ങൾ നിയമം കയ്യിലെടുക്കും, നിന്നെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്തോളൂ എന്ന രീതിയിലാണ് ഇദ്ദേഹം പ്രതികരിക്കുന്നത്. ഈ കർഷക സംഘത്തിനോടൊപ്പം ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടാകുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കുക. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഭൂമിയിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ആ ഭൂമിയിൽ കൃഷി ചെയ്ത് അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ ആ ഒരു ഭൂമി വിട്ടിറങ്ങണം, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം ഇല്ലാതെ ഇറങ്ങുക എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു വേളയിൽ, അല്ലെങ്കിൽ ആ ഒരു സമരത്തിന് പോലും യാതൊരു, ആ ഒരു പ്രതിഷേധത്തിന് പോലും യാതൊരു പ്രാധാന്യവും എത്താത്ത രീതിയിൽ ഇത്തരത്തിൽ ഒരാളെ ഉദ്ഘാടനത്തിന് വിളിച്ചുകൊണ്ട് ഇരുത്തിയിട്ട് ഇങ്ങനെ ഒരു ആഭാസത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വനംവകുപ്പ് മന്ത്രിയെ പറ്റി പറയുന്നുണ്ട്. വനംവകുപ്പ് മന്ത്രിയുടെ അച്ഛനെയൊക്കെ എനിക്കറിയാം. ഈ സതീശൻ ഇപ്പോൾ സതീശൻ സർക്കാർ കയറിയതിന്റെ ഹുങ്കാണോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കുള്ളത്, പോലീസുകാർക്കുള്ളത്? പോലീസുകാരെ ഒന്നും പറയണ്ട, നീ എന്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാരാ? പോലീസുകാരാണെന്നാണോ വിചാരം? എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ. പണ്ട് ഇദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം FBയിൽ വന്ന്, ഞാൻ ഡാം തുറന്നു വിടാൻ പോവുകയാണ്, എല്ലാവരും ജാഗ്രതരായിരിക്കൂ എന്ന് പോസ്റ്റ് ഇട്ടതിന് ശേഷം ഡാം തുറന്നിട്ട് കേരളത്തിൽ പ്രളയം സൃഷ്ടിച്ച ഒരു മന്ത്രിയാണ് ഇപ്പോൾ ഇവിടെ വന്നിരുന്ന്. അതിന് മുൻപും അതിനുശേഷവും പിന്നീട് ഒരുപാട് കാര്യങ്ങളിൽ ഒരു പൊതു ഇടങ്ങളിലേക്ക് വന്ന് ഞങ്ങൾ കൊന്നു തള്ളിയവരുടെ വീരകഥകൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം വീണ്ടും വന്നിരുന്ന് പറയുകയാണ്, ഷിബു ബേബി ജോണിന്റെ അച്ഛനെ എനിക്കറിയാം. ആരാണ് ഷിബു ബേബി ജോണിന്റെ അച്ഛൻ? കൃത്യമായി പറഞ്ഞാൽ ഒരു തൊഴിലാളി സംഘടനാ പ്രവർത്തകനായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് സതീശൻ സർക്കാരിന്റെ ഹുങ്കാണോ എന്ന്. പിന്നീട് ഒരു കാര്യമുണ്ട്, ഈ അവിടെ ഒരു ആദിവാസി യുവാവായിട്ടുള്ള അജീഷ്, അദ്ദേഹത്തിന്റെ 5 വർഷമായിട്ട് JCB ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ അതും ഈ ഒരു പ്രതിഷേധ മാർച്ചിൽ പറയുന്നുണ്ട്. ഈ 5 വർഷം എന്ന് പറയുന്നത് VD സതീശൻ സർക്കാർ കയറിയിട്ട് 5 വർഷമായിട്ടില്ല. ഇത് ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആകെ ഒരു 3-4 മാസമല്ലേ ആയിട്ടുള്ളൂ. 5 വർഷമായിട്ട് ഒരു ആളുടെ, ഒരു ആദിവാസി യുവാവിന്റെ JCB ഇവിടെ പിടിച്ചിട്ടിട്ടുണ്ട് എങ്കിൽ, അനധികൃതമായോ ആ കാര്യമൊന്നും ഇല്ലാതെ അവിടെ പിടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കാലത്താണ്? പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തല്ലേ ഈ 5 വർഷത്തിൽ ഇത്ര നാളും അവിടെ പിടിച്ചിട്ടു എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇത്ര കാലമായിട്ട്
എം.എം. മണി ഇത്രയധികം അല്ലെങ്കിൽ കർഷകരോട് സ്നേഹമുള്ള കർഷക സംഘടനകളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇത്രയധികം തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന നേതാവ് എന്തുകൊണ്ട് സംസാരിച്ചില്ല? എന്തുകൊണ്ട് ചോദിച്ചില്ല? 5 വർഷമായിട്ട് പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വിട്ടുകൊടുക്കണമെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇപ്പോൾ വന്ന് പറയുകയാണ് ഇപ്പോഴത്തെ സർക്കാർ, ഇപ്പോഴത്തെ ഷിബു ബേബി ജോൺ വനം വകുപ്പ് മന്ത്രിയായി കയറിയതിന് ശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് ഇപ്പോൾ പിടിച്ചിട്ടൊരു കാര്യമല്ലല്ലോ അത്. ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അത് നേരിട്ട് അല്ലെങ്കിൽ ഒന്നെങ്കിൽ സർക്കാർ ഇടപെടുക അല്ലെങ്കിൽ കോടതി മുഖേന മുന്നോട്ട് പോകേണ്ട ഒരു വിഷയമാണ്. ഇത്തരത്തിൽ അനധികൃതമായിട്ട് കയ്യേറിയിട്ടുള്ള ഭൂമികളൊക്കെ തിരിച്ചു പിടിക്കുന്ന ഒരു രീതിയുണ്ട്. അത് നിയമപ്രകാരം ചെയ്യുന്നൊരു കാര്യമാണ്. അതിൽ വർഷങ്ങളായിട്ട് മറ്റു കർഷകരെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഉപജീവന മാർഗത്തെ ബാധിക്കുന്നൊരു കാര്യങ്ങളാണ്. വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഭൂമി കൊടുക്കുന്നയൊക്കെ രീതികളുണ്ട്. അപ്പൊ ആ രീതി മുഖേന മുന്നോട്ട് പോകുക അല്ലെങ്കിൽ സർക്കാരിനെ അത്തരത്തിൽ സമീപിക്കുക. അല്ലാതെ പൊതു ഇടത്തിലേക്ക് എം.എം. മണിയെ പോലെ ഒരാളെ വിളിച്ചു കൊണ്ട് നിർത്തി അദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് വിളിക്കുക എന്ന് പറയുന്നത് ഒന്നെങ്കിൽ തൊഴിലാളി വർഗവുമായിട്ട് അല്ലെങ്കിൽ കർഷക സംഘവുമായിട്ടോ അത്ര അടുത്ത ബന്ധം ഉണ്ടെങ്കിലായിരിക്കുമല്ലോ വിളിക്കുന്നത്. അല്ലാതെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വീട്ടുകാരെ കൊന്നുകളയും അല്ലെങ്കിൽ അവരെ കൊല്ലും, പോലീസ് ഉദ്യോഗസ്ഥരെ കൊല്ലും. പിന്നീട് വി ഡി സതീഷിന് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പൊ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് അത്രയധികം ഒരു പവറും ഇല്ലെന്നാണോ അദ്ദേഹം പറയുന്നത്? അല്ലെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തര മന്ത്രാലയം അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രിയും പോലീസ് വകുപ്പും ഒക്കെ ഇദ്ദേഹത്തിന്റെ ഈ വെല്ലുവിളിയും കേട്ടുകൊണ്ട് അങ്ങോട്ടൊന്നിനും വരരുത്, ഞങ്ങൾ നിയമം കയ്യിലെടുക്കുമെന്നാണ് പറയുന്നത്. ഒരാള് വന്ന് നിയമം കയ്യിലെടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും. കാരണം നിയമ സംവിധാനത്തെ വരെ ചോദ്യം ചെയ്യുകയാണ്. ഇവിടെ എന്ത് വേണമെങ്കിലും നടക്കും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കൊല്ലാം. ഞങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ കയറി കൊല്ലാം. ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾ ചെയ്യും. ഇവിടെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. ഈ പ്രദേശത്തെ അല്ലെങ്കിൽ ഇടുക്കി ഇപ്പോൾ കഞ്ഞിക്കുഴിയിലെ വിഷയമാണെങ്കിൽ പോലും ഇടുക്കിയിലെ ആ ഒരു പ്രദേശത്തേക്ക് നിയമ സംവിധാനത്തിനും അല്ലെങ്കിൽ നിയമത്തിനും യാതൊരു പങ്കുമില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ സർക്കാരിനും ഒരു പങ്കില്ല. പോലീസ് വേണ്ട, ഫോറസ്റ്റ് വേണ്ട, ആരും വേണ്ട എന്നൊരു നിലപാടാണ് ഇദ്ദേഹം വന്ന് പൊതുവിടത്തിലേക്ക് പറയുന്നത്. പിന്നീട് ഇത്രയധികം ആളുകളെയൊക്കെ വധഭീഷണി പൊതുവിടത്തിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വധഭീഷണി വന്ന് മുഴക്കുന്ന സമയത്ത് കൃത്യമായി ഇവിടുത്തെ ആഭ്യന്തരം ഇടപെടണം. ഇങ്ങനത്തെ ഒരാളെ വെറുതെ നമുക്ക് എല്ലാം അങ്ങ് നാട്ടുഭാഷയായിട്ടും ശൈലിയായിട്ടും ഒന്നും കണക്കാക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ തന്നെ പ്രസ്ഥാനത്തിലെ അകത്തെ ആളുകളെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് പലപ്പോഴും പിണറായി വിജയൻ സർക്കാർ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ ശൈലികളാണ്, അദ്ദേഹത്തിന്റെ നാട്ടുഭാഷയാണ്, അദ്ദേഹം അങ്ങനെയാണ് സംസാരിക്കുന്നത്, അതിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. ഇപ്പോൾ ഒരു വിഷയത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് എങ്ങനെ അവതരിപ്പിക്കണം അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്നതിന് മോശത്തരം ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. അങ്ങനെ അങ്ങ് സുഖിപ്പിച്ചു വിടാനോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് കേട്ടിട്ട് കേട്ടില്ല എന്ന് നടിക്കാനോ പറ്റുന്ന ഒരു നിയമ സംവിധാനവും സർക്കാരും അല്ല ഇത്. നിങ്ങളുടെ നിയമ അല്ലെങ്കിൽ നിങ്ങളുടെ ഭരിച്ചുകൊണ്ടുവന്ന സർക്കാർ മാറിപ്പോയിട്ടുണ്ട്. അത് ഇനിയെങ്കിലും എം.എം. മണി ഒന്ന് ഓർക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ ഇത്തരത്തിൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് അല്ലെങ്കിൽ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭൂമി ഇങ്ങനെ പിടിച്ചെടുക്കുന്നു, ഞങ്ങൾക്ക് ഇത്രയധികം പ്രശ്നമുണ്ട്, ഈ പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളെ ഉദ്ഘാടനത്തിന് വിളിക്കുക. അല്ലാതെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ നിയമ സംവിധാനത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഫോറസ്റ്റുകാരെ വഴി നടത്തിക്കില്ല, പോലീസുകാരെ ഇങ്ങോട്ട് കയറ്റത്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിരിക്കുന്നവരെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുകയാണ്, വനം വകുപ്പ് മന്ത്രിയെ പറ്റി പൊതുവിടത്തിലേക്ക് വന്ന് അസഭ്യം പറയുകയാണ്, മുഖ്യമന്ത്രിയെ അസഭ്യം പറയുകയാണ്. ഇതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ഒരു മാർച്ച് നടത്തിയത്? എന്നാൽ പിന്നെ ഒരു ഇദ്ദേഹത്തിനെ വെച്ചുകൊണ്ട് തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി വെച്ച് ഇട്ടാൽ പോരായിരുന്നു? എന്തായാലും ഇദ്ദേഹം അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് ഇത്തരത്തിൽ ഇയാളെ കൊണ്ട് ഇത് പറയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളെക്കാട്ടിലും നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് 1, 2 ആളുകളെ 2, 3 പറയിക്കാനായിട്ട് ഇങ്ങനെ ഒരാളെ ഉദ്ഘാടന സ്ഥലത്തിലേക്ക് വിളിച്ചു വരുത്തുക, അതിനുശേഷം ഇതൊക്കെ അങ്ങ് പറയുക എന്നുള്ളതാണ്. കൃത്യമായി നിയമ നടപടി സ്വീകരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ വേണ്ടത്. മുൻകാലങ്ങളിൽ ചെയ്ത പോലെ അങ്ങ് സോപ്പിട്ട് വിടാനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ അങ്ങ് കുഴപ്പമില്ല ഇങ്ങനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു തവണ ഇറക്കി വിട്ടിട്ടാണ് കേരള ജനത പ്രളയം എന്ന് പറയുന്ന അത്രയും വലിയൊരു ദുരന്തത്തെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും ഒരു കാര്യക്ഷമത ഇല്ലാതെ അല്ലെങ്കിൽ എനിക്ക് തോന്നുമ്പോൾ ഞാൻ തുറന്നു വിടും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ പറയും, ജനങ്ങളെ ഞാൻ തെറി വിളിക്കും, പോലീസിനെ ഞാൻ
ഞാൻ തെറി വിളിക്കും, അധികൃതരെ ഞാൻ തെറി വിളിക്കും, ഇവിടുത്തെ സർക്കാരിനെ അങ്ങനെ വിളിക്കും. ഇങ്ങനത്തെ ഒരാളെ അങ്ങ് തുറന്നു വിടുന്ന രീതിക്ക് അപ്പുറത്തേക്ക് ഇദ്ദേഹം പറയുന്ന, അല്ലെങ്കിൽ ഇത്തരം വകുപ്പുകളൊക്കെ ഇതിനകത്തിൽ എടുക്കാൻ പറ്റുന്ന വകുപ്പുകളൊക്കെ എടുത്തു വെച്ചിട്ട് കൃത്യമായി നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് ഇടപെടുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ വനം വകുപ്പിനോ അല്ലെങ്കിൽ പോലീസിനോ ഒന്നും യാതൊരുവിധ നിയമം പാലിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുന്നത്. ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ ഉറപ്പായിട്ടും ചെയ്യണേ.